സുഹൃത്തുക്കളെ വലിയ കോമഡി എന്താ വെച്ചാൽ എല്ലാവരും നോമ്പ് പറഞ്ഞു. പൊരിക്കാൻ പോലും ഇതുവരെ എപ്പോഴും എത്തിയിട്ടില്ല. ചിക്കൻ ചട്ടിപ്പത്തിരിയും ലോഡഡ് ഫ്രൈസും. പല കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഗ്യാസ് അപ്പം എല്ലാവരും സമുദ്ര സദ്യ പോലെ ഇരുന്നിട്ടുണ്ടോ? ഇതൊക്കെ നോക്കിയാൽ അസീബ്, നൂറ, നിഹാൽ, ഷാനു, നമ്മളാണ് സ്പെഷ്യൽ കേക്ക് തിക്ക, കെൻസ്. ഓ എത്ര ദൂരം എല്ലാവരും. അതിനാണ് ഇത്ര ലോങ് ആയിട്ടൊരു നോമ്പ് തുറക്കണേ. ഹലോ, ഇജ്ജ് പറഞ്ഞ ഒരു 3 മണിക്ക് ഇവിടെ തള്ളി. അതാണ് ആകെ പാടി. ഞങ്ങളോട് എപ്പോഴോ പറയുന്നുണ്ട് ടൈമേ. എനിക്ക് എല്ലാവരും റേഷ്യോ അറിയാം. എല്ലായിടത്തും നടക്കണോണ്ട് ജിമ്മിക്കെന്താണ്ടി ഫ്രൂട്ട്സ് ഇഫ്ര തയ്യാറാക്കിയ ഡോണറ്റ്. ഇമ്മ എല്ലാരും ഉണ്ടാക്കിയിട്ടുണ്ടോ അതില്? ഓല് ഫെമിസാനോട് തുറന്നു കാണും. അതില് ഫിഗൊക്കെ ഉണ്ടല്ലോ. മറ്റോളെടുത്തു പേപ്പറിൽ പുലിയായ പോതിനെ തുറക്കുമ്പോത്തിന് വരണം. ഇപ്പൊ തലപ്പോ പോകുന്ന ആലോചിച്ചത് ചട്ടിപ്പത്തിരി ഇല്ലല്ലോ. പരിപാടി കളറേനി. ചട്ടിപ്പത്തിരി പോയി. ഇവലൊക്കെ തുറക്കാൻ വേണ്ടി നമ്മളെ പറഞ്ഞാൽ മതി. ജ്യൂസ് കഴിഞ്ഞാ അപ്പൊ എല്ലാവരും നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആംഗിളിലും ആൾക്കാരുണ്ട് കേട്ടോ, കാണില്ല. നേരെ നിസ്കരിക്കാം, എന്നിട്ട് സെറ്റാക്കാം. മിക്കിപ്പളെ തറാവീനിക്കാൻ ഈ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ വലത്തു നിന്നും ആദ്യമായി ഇഫ്ര, പിന്നെ നജ്മ, അതുപോലെ തന്നെ അച്ചു, അഫി, മിക്കി, KP, സൽമാൻ എല്ലാവരും നോമ്പ് തുറക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ ഏരിയയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അസീബ്, നൂറ, നിഹാൽ, ഷാനു, അതുപോലെ തന്നെ സ്പെഷ്യൽ കേക്ക് തിക്ക, അതുപോലെ തന്നെ കെൻസ് എല്ലാവരും നോമ്പ് തുറക്കാനിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്ത് ഇപ്പച്ചി സംസുഖാക്കിയൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. ഫുള്ള് ക്യാൻഡിൽസ് ആണ് കാണുന്നത്. എങ്ങനെ സൽമാനെ ഡിന്നർ ഉണ്ട് പറഞ്ഞപ്പോ വന്നതാ. അപ്പൊ സുഹൃത്തുക്കളെ പൊട്ടിത്തെറിച്ച ചിക്കൻ കണ്ടോ, ചെതറി പറഞ്ഞൊരു നേരത്ത് കുറച്ച് ടീം വരുന്നുണ്ട്. ഇരിക്കി കഴിച്ചോളി. ഞങ്ങളിവിടെ വരെ പോവാൻ
എന്തായി നോക്കട്ടെ. അത് നോക്കട്ടെ. നോമ്പ് പറഞ്ഞ നിങ്ങള് കൊണ്ടോട്ടെ. നല്ല രസമുണ്ട്. അങ്ങോട്ട് സൈഡ് വഴി കൊടുത്തിയപ്പോ അപ്പം ചിക്കൻ പൊട്ടിത്തെറിപ്പിച്ചത് ഇതാ കാണികൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ലിയാവർകൾ. എങ്ങനെയുണ്ട് പറയട്ടെ കഴിച്ചിട്ട്? ലീ ഉണ്ടാക്കി ഇങ്ങനെ ചിക്കൻ പൊട്ടി തെറിച്ച് ഇമ്മച്ചിയെ തിന്നോളിട്ടോ. ഇങ്ങോട്ട് വരുവാ. അവിടെ കൊടുക്കി, അവിടെ കൊടുക്കൂ. അതിൽ സാധനം ഉണ്ടോ? അതിലെന്തല്ലേ ജ്യൂസ് ഉണ്ടല്ലോ. അനാഥമായൊരു പെട്ടി ഐസ്ക്രീം അടച്ചാലോ? ഉള്ളിൽ അടച്ചോ. ഐസ് പാക്കഡ്, ഐസ് ടൈറ്റ് പാക്ക് ചെയ്താ. അതാ ചിക്കൻ പൊട്ടി തെറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ലിയാവർകൾ. പൊട്ടിത്തെറിച്ച് എങ്ങനെ ചോദിച്ചോ കേട്ടോ. എന്താ ചെയ്യാ, ഇപ്പൊ പാർട്ടി ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നു. എങ്ങനെയുണ്ട് ചിക്കൻ പൊട്ടി എങ്ങനെയുണ്ട്? അവിടുന്ന് പൊട്ടിച്ചു പോയതാ. വേറെ വേണോ? പക്ഷേ തണുത്തളം കുടിക്കണ്ട കേട്ടോ. അതാ നല്ല. എന്നാലും അച്യുത പ്രൗഡ് മൊമെന്റോടെ ചിക്കൻ പൊട്ടി തെറിച്ചത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിച്ചു. ഏതാ കുറ്റം ആക്കണോ? എന്നാ ഞാൻ നിന്നട്ടെ. അല്ല ആ പേരിത്തെ ഫുള്ള് തീർത്തങ്ങള്? ഫെബിത്താന്റെ പേരിൽ ഇത് തുറക്കാവുന്നില്ല. ബലാടുത്ത് 2 തുറവിയും കഴിഞ്ഞാ വന്ന്. ഇതാ 4 യുവതിയുവാക്കളും ഇരുന്ന് വളരെ ക്ഷമയോടെ ഭക്ഷണം കഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നു. ആരണ കാറുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് റേസ് ആക്കണം അവിടെ. ബാസിലോ എന്തേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇനി ഒരു ഐറ്റം കൂടി ഇവിടെ വരാനുള്ളൂ. ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് വരും എന്ന് പറഞ്ഞ പോലത്തെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടോ? അങ്ങനെ ആയോ? പാല് കയറിയോ? പാലും അതിലൊക്കെ അല്ല റെഡി ആവൂലേ? മതി. എന്താ കാറിനിട്ട് എന്ത് കാട്ടിപ്പാടെ? കഴിക്കി സെറ്റല്ലേ? അടുത്ത വർഷം നമ്മൾ ടൈം ഒന്ന് റെഡിയാക്കാം. ഈ വർഷം അത് റെഡിയാക്കണം. ഞാൻ ഇവരോടൊക്കെ ഈ തുറവിന്റെ ടൈമിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞോട് 3 മണിക്ക് എത്തണം. എല്ലാവരും ലേറ്റായി വന്നു. എല്ലാവരും കബക്ക് പോയി. പക്ഷെ അൽഹംദുലില്ലാ കുഴപ്പമില്ല, വലിയൊരു പ്രശ്നമില്ലാതെ നമുക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്തു. അതുകൊണ്ട് നേരം വൈകി വന്നോണ്ടാണ് എല്ലാവർക്കും അപ്പുറത്തും ഇപ്പുറത്തും തുറക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. ഓ പച്ചിക്കും ഒരു ഫോട്ടോ. ഇത്രയും കാലം ബല ഫുള്ള് തുറപ്പിച്ചു. ഇപ്പോഴാണ് ഇങ്ങോട്ടൊരു തുറവ് കിട്ടിയത്. അതിന്റെ ഒരു ഫോട്ടോ എടുത്തേക്ക് ഓർമ്മകൾ ഉണ്ടാട്ടെ. ഇന്ന് സമാധാനായില്ലേ? സമാധാനമായി. ഇന്ന് കാവല് മൊത്തം ആ കാളില് മൊത്തം ഞങ്ങൾക്കാന്ന് കിട്ടിയേ. ഏത് സൈഡത്തെ ലൈറ്റ് ഓഫ് ആക്കിയേ? ഈ സൈഡത്തെ ഇല്ലല്ലേ? അത് വാങ്ങാം നമുക്ക്.
നമ്മളെ പേരിൽ ഞാൻ അടുത്ത് നോമ്പോട്ട് ഇങ്ങനത്തെ ഒരു സെറ്റ് ഇട്ടേക്കണം. ആ അല്ല 10-12 ആളുണ്ട്. ആ എന്നിട്ട് തുറക്കാനും പെൽച്ചക്കൊക്കെ ഇതിമിരിക്കുക. അപ്പൊ ഇതാ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഷാനു റെഡ് കപ്പലുകൾ എത്തിയിരിക്കുന്നു. അസീബ് ഞായ് 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 അവിടെ ഉണ്ടേ ഞായ് 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 ഞാം 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 ഞാം. ബിരിയാണി ഇപ്പൊ തന്നെ കൊടുക്കലേ? നിസ്കാരം കഴിഞ്ഞിട്ട് അടക്കിട്ട് കേപ്പിയ ബാസിലെ നിസ്കാരം കഴിഞ്ഞിട്ട് വെക്കാം. ഫുള്ള് കഴിഞ്ഞിട്ടോ? നമ്മളിത് വെച്ച് ചെയ്യും. അപ്പൊ നമ്മളിത് വിളമ്പി വെക്കല്ലേ? കൊണ്ടുപോയിച്ചോളി. അല്ല ദീക്ക് വിളമ്പിട്ട് നമ്മള് കൊണ്ടുപോവാ ആണോ? എന്നാല് വിളമ്പി കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമുക്ക് കാണാം. ഇപ്പൊ കറന്റ്ലി അവിടെ നോമ്പ് തുറ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നിസ്കാര പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വലിയ നോമ്പ് തുറവി ആരംഭിക്കുകയാണ്. ബിരിയാണിയും ചിക്കൻ കൊണ്ടാട്ടൊക്കെ ആയിട്ടുള്ളൊരു നോമ്പ് തുറവി. അപ്പം എന്തായാലും അത് തുടങ്ങുമ്പോൾ ആദ്യത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ നിസ്കാരം പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഇപ്പോൾ ഇതാ പന്തൽ ഒന്നും കൂടി ഭംഗി കൂടിയിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മിക്കിൻ്റെ മൊറോക്കൻ പന്തലിലിരുന്നാണ് എല്ലാവരും നോമ്പ് തുറക്കുന്നത്. എന്തേ മുള്ളുത്തിയാ കരുതിരുന്നട്ടോ. ഫ്രെയിമല്ലേ സീൻ ഫ്രെയിമോടോ. അവിടെ ബിരിയാണി തിന്നാനും ബിരിയാണിയും ബീഫ് കൊണ്ടാട്ടം തിന്നാൻ വേണ്ടി അടി കൂടുന്ന എൻ്റെ ബീഫ് തരുന്ന എൻ്റെ ബീഫ് ഞാൻ എടുക്കട്ടെ, എൻ്റെ ബീഫ് എനിക്കല്ലോ എൻ്റെ എനിക്കല്ല കേട്ടോ, ഞാൻ ഫുള്ള് തിന്നണല്ലേ തന്നെ, തെല്ലേ വേണ്ട, അയ്യോ അതിൽ കുടുങ്ങിയാലോ, തല്ലൂടല്ലോ കേട്ടോ, സ്ക്രീനിൽ കാണും, കണ്ടുപോകാൻ ആൾക്കാർ കാണാം, തലക്കുനോട് മറച്ചു പിടിച്ചാളേ, നാണക്കേട് മറക്കാൻ സക്കാത്ത പൈസക്ക് പോകാനല്ല. ആ ബീഫ് ഇങ്ങോട്ട് എടുത്തു, അതാണ് നമുക്ക് നല്ലത്. ചിലപ്പോൾ മച്ചി ഫുള്ള് തിന്നും. ആരാ എൻ്റെ ബീഫ് വെച്ച്? നജ്മ. അതെ നജ്മയാണ് മാ ഇഫ്രാൻ ചെയ്തിട്ടോ. ഉമ്മച്ചിയും കളർ കോഡ് സെറ്റൊക്കെ ഇട്ട് വന്നാട്ടോ. അപ്പച്ചിന് തറവിയാൻ പോകുന്ന എങ്ങനെ ഇവിടുന്ന് മിന്നാന്നുള്ള ആലോചിക്കട്ടെ, ഫോണൊക്കെ നോക്കിയാണ്ട് താഴേക്ക് നോക്കിയാണ്ട് ആലോചിക്കണത്. ഷംസുക്കാക്ക, അഫി, ഷാനു, നൂറ് തീർക്കണതിൻ്റെ ഇടയിൽ. നൂറാ ഹായ്. ഷാനു ഇതാരാ? അത് റിനാനല്ലേ? തിന്നൽ തുടങ്ങിയോ? തീറ്റ തുടങ്ങിയോ? കുഴച്ചിരിക്കടാ. അപ്പൊ റിനാൻ അജി തിന്നൽ തുടങ്ങിക്കളാ. ഇവലൊക്കെ ആസ്തറ്റിക്കിന്റെ ആൾക്കാരാ. എങ്ങനെയുണ്ട് ഭക്ഷണം കഴിച്ചിട്ട്? എടാ ആസ്തറ്റിക് കുറച്ച് കഴിഞ്ഞപ്പോ ആളൂട്ടോ. ഇതാണ് ബി ഗ്യാങ്, വെറുതെ ഒരു ഗ്യാങ്, കാര്യൊന്നുമില്ല. ഇരിക്കടാ സ്റ്റില്ല. അസീബ് ഇരിക്കേ. അവിടെ ഗ്ലോബൽ ഒന്ന് ഇരിക്കടാ, ഇരിക്ക്. എന്ത് അത് ഇപ്പോഴല്ല, അത് കുറച്ചുണ്ടാ. ഇരിക്ക്. ഓ ഇവിടെ വെച്ചാലോ ഫ്രെയിം? അത് ഇവിടെ വെക്കണം നിമിഷ, ഇവിടെ വെക്കണം നിമിഷ. ഇങ്ങോട്ട് വാ. ഇല്ല, സൂം ഇട്ടാ മതി. ഇവിടെ സ്റ്റാൻഡ് വെച്ചോക്ക്. ഞാൻ ഈ തലക്കിരുന്നോണ്ടി അല്ല ഇജ്ജ് ഇവിടെ വെച്ചു വാ. എന്നിട്ട് എന്നാലും സുഖമായിട്ട് കഴിക്കും. അല്ല ഇവിടെ വെച്ചോ, ജസ്റ്റ് വെച്ചോക്ക് വലിയ സ്റ്റാൻഡുമേ. ആരും കാണാതെ പടക്കം പൊട്ടിക്കാൻ പോണ പോലെ ഉണ്ട്.
അത്യാവശ്യം വലുതാവേ. എവിടെ നല്ല ഫ്രെയിമടോ. ആ അച്ചു കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അച്ചു വിൽക്കാൻ പോയത് കറക്റ്റ് കിട്ടിയിക്കണ്. അത് അവിടെ നോക്കണം നിമിഷ. ഞാൻ പറയുമ്പോ അത് അവിടെ തന്നെ അപ്പം ഇഷായിന് നോമ്പ് തുറവിക്ക് ഇഷായിന് എത്തിയിരിക്കുന്നു. ഇപ്പുദ്ദീൻ പാത്തും വളരെ കറക്റ്റ് ടൈമിങ്. സന്തോഷായി. പാത്തു ഏതാ ഡ്രസ്സൊക്കെ? ഓ ആടോ ആയിക്കൊരു ഷൂവും സീൻ ലുക്ക് ഇട്ടോ. അതോ അപ്പൊ ഇഷാവിന്റെ സമയത്ത് കറക്റ്റ് എത്തിയിരിക്കുന്നു. ഇപ്പത്തെ ഹർഷപാത്തും ഇഷാവിന്റെ ടൈമിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. എന്താ ജന്തു വെറുതെ വിട്ടാ തൊണ്ടെങ്കിലും തൊണ്ടൊക്കെ തിന്നിരുന്നോ. എടാ കുറച്ച് കഴിഞ്ഞാൽ അസ്തറ്റിക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പ്രാണികൾ ഒന്നായിട്ട് വരും. വാളി വേദം എന്നിട്ടോ അങ്ങനെ തന്നെ. ഇതെങ്ങനെ ഓഫ് ആക്കുക? ഈ സ്വിച്ച് ഓഫ് ആക്കി ഓഫ് ആവും. ഇത് മൂടുണ്ട്. ഇപ്പൊ എന്താ പറയാ ഫർസാമൂടായി ഇരിക്ക് പാത്തോ. എങ്ങനെയുണ്ട് സെറ്റപ്പ് ഒക്കെ? ഈ പ്രാണികളുടെ പ്രശ്നമല്ല. ടയറിൽ ഉപ്പ് കൂടുതലുണ്ടോ? അത് പ്രാണിന്റെ ആണ്. ആരും കട്ടില്ലേ? അതൊക്കെ ഫുൾ ചെലവായി. ഇതാ എന്തോ എടുക്കാനാ? ഇതല്ല എടാ വീഡിയോ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ചോറ് അറിയണോ? ജിംഷ ഇരുന്നോ? ജിംഷ ഇവിടെ ഇരുന്നോ? ചോറിന്റെ ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്. എല്ലാവർക്കും ചോറില്ല ചോറുണ്ടോന്നൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്കും ബാസിലും ഞാനും ബാസിലും തന്നെ ഉള്ളൂ. മതി. നിങ്ങളെ താലമണ്ടയ്ക്കാൻ തല്ലിപ്പുതാ. ഞാൻ പറയാൻ പോയിട്ടോ ചന്ദ്രമേല് സുധീറിനെ കാട്ടുകൊണ്ടാക്കി. അപ്പൊ നോമ്പ് പറഞ്ഞ് കഴിഞ്ഞ ഉടനെ സൽമാൻ ഈശും കൊടുക്കുന്ന ഒരു സമ്മാനം. സൽമാന്റെ ഈശുന്നി പുതിയ സംരംഭമായിട്ടുള്ള ക്രയോണിലാണ്. ക്രയോണിന്റെ ഗിഫ്റ്റുകളാണ് നമ്മുടെ വനിതാ സമാജത്തിന് കൊടുത്തിട്ടുള്ളത്. തുറക്കി ഓരോരുത്തര് കണ്ണൂട്ടിക്കോ ആർട്ടിഫിഷ്യലായി കൊളാക്കി. നീയൊക്കെ എന്താ അഭിനയോ? നീയൊക്കെ ഓൾറെഡി കണ്ടതാണ് ഇതൊക്കെ. അല്ല പക്ഷെ അപ്പോഴും ഇതേ എക്സ്പ്രഷൻ വന്നേ. നോക്കട്ടെ അതിന്റെ ഉള്ളിലുള്ള എന്തൊക്കെയാ നോക്കട്ടെ. ഇതിൽ മിസ്സായി പോയോ? അപ്പൊ 25ഓളം വരുന്ന കുടുംബ പ്രേക്ഷകരെല്ലാരും പെരുന്നാൾക്ക് അല്ല ഇങ്ങനെ പെട്ടിയായിട്ട് കൊടുക്കുന്ന സ്വർണ്ണൊക്കെ ഇപ്പൊ പെട്ടി. എല്ലാത്തിനും ഓരോന്ന്
നബില എവിടേക്ക് പെണ്ണുങ്ങളെ സാധനം കൊണ്ടോണേ? വെറുതെ പറ്റിച്ചല്ല. ബ്രെഡ് ഇതെന്റെതാ, ഇതും എന്റെതാ. നോക്കട്ടെ. കുറച്ച് ബീച്ച് വൈബ് കറക്റ്റ് കസ്റ്റമൈസ് ചെയ്ത സാധനം തന്നിട്ടുള്ളത്. ഡിഫറന്റ് ഒരു കളക്ഷൻ. നീല കളർ അല്ലേ? ഇട്ട ഡ്രസ്സൊക്കെ മാച്ച് ചെയ്തിട്ടുണ്ട്. നൂറിന്റെ അവിടെ ഇവിടെ നൂറിയും പാത്തും ചിത്രം വെച്ചോണ്ട് കേട്ടോ. അപ്പം ഇതാ ഇവിടെ ജിംഷ ഇവിടെ കേട്ടോ ചോ. അപ്പൊ ഇതാ ലൈവായിട്ട് മിക്കിന്റെ പന്തൽ, മിക്കി ഉണ്ടാക്കിയ ഈ പന്തൽ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു. പാത്തു നൂറാവറുകൾ നൂറും കൂടിട്ടോ. അല്ലൊരു അന്തല്ലോല ഗ്യാങ് വേറെ തന്നെ ആവും. പരിണത വന്ന് ഓ അവിടെ എവിടെ നോക്കട്ടെ. അയില എന്തോ വൻ ചിത്രം വരാട്ടോ. ബുദ്ധിയുള്ള കൂട്ടായ്മ അവിടെ ചിത്രങ്ങൾ വരച്ചു കൂട്ടുന്നു. സമൂഹത്തിൻ്റെ മറ്റേ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് ആഭരണങ്ങളിലോ മറ്റേ അലങ്കാരങ്ങളിലോ ഒതുങ്ങാതെ അതിലൊന്നും മയങ്ങാതെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചിത്രം വരച്ച് വരുത്തി വെക്കുന്നു നൂറയും അർഷാപാത്തുവും. പെരുന്തപ്പലട്ടോ. ഇപ്പോൾ സെറ്റായിക്കണം എല്ലാവർക്കും. അച്ചു കട പോയി കിടക്കണത് പണ്ടാറെന്തെങ്കിലും തീർന്നത് ഗ്യാപ്പ് കൂടെ ഇട്ടോക്ക്. ഇപ്പലൊരു മോതിരം തേജിന്ന് പറഞ്ഞിട്ട് എന്താ എന്താ കെൻസത്തെ കാട്ടണേ? നാരങ്ങന്നേ. ഓ ചേട്ടാ പുളിപ്പ് ഇവിടെ കിട്ടണ എനിക്ക്. ഇപ്പൊ എന്താ ചിക്കൻ 65 ആയി ഓന്റെ തൊള്ളിക്ക് ഇങ്ങനെ പീച്ചാടി. മസ്തായാലോ? എല്ലാം പടം വലിച്ചു തിന്നിട്ടേ ചേപ്പിയെ തടിച്ചിട്ടോ. ആ അതാണേ വളക്കമ്പനി. അപ്പൊ സുഹൃത്തുക്കളെ നല്ലൊരു നോമ്പ് തുറ കഴിഞ്ഞിട്ട് പള്ളർച്ച് തിന്നിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. എല്ലാരും പള്ളയുടെ അമ്മറാക്കി ഇരിക്കുന്ന സിറ്റുവേഷൻ ആണോ? ആകപ്പാടെ 1/2 ഇഞ്ചിന്റെ കോയിലാണ് ഈ ദഹന പ്രവർത്തനങ്ങൾക്കായിട്ട് പടച്ചോ നൽകിയിട്ടുള്ളത്. 30 ഇഞ്ചിന്റെ കോയിലുണ്ടെങ്കിൽ പോലും കേറിപ്പോവാൻ പറ്റാത്ത തീറ്റയാണ് ഇന്നിവിടെ ഓരോരുത്തർ തിന്നണത്. കേപ്പിയേ അപ്പം എല്ലാവർക്കും മധുരം നൽകി ആദരിക്കുന്ന ചടങ്ങാണ്. മധുരം തിരിച്ച് നമ്മളൊന്നുമില്ല. എനിക്ക് ആദ്യം അല്ല തരും തരും തരും. ഇത് പൊട്ടിച്ചാ പിസ്താഷ്യോ വെള്ളഞ്ഞില്ല ഞാൻ ചോക്ലേറ്റ് ഉള്ളത് ഉമ്മച്ചിക്കും കൊടുക്കും. ഷാൻ ഏതാ വേണ്ടി സ്പൂൺ കൊടുക്കാ? എടാ വേണ്ട പോല എടാ വേണ്ട. അത് ഐസ്ക്രീമിന്റെ ആവും. ചോക്ലേറ്റ് എടുത്തോ?
ഇതെടുത്തോ നിക്കോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വെള്ള കഴിഞ്ഞു ഇഫ്ര കിട്ടിയാ സൂപ്പർ വേണം ഷംസൊക്കെ എടുത്തു ഷംസൊക്കെ കണ്ടീന ഷംസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടാ എങ്ങനെ ഇഷ്ടപ്പെട്ടാ തിന്നല്ലേ ലോകാത്ഭുതങ്ങളിൽ 9ാമത്തെ അത്ഭുതം സൽമാൻ ചോക്ലേറ്റ് എന്നുള്ള ഷംസൊക്കെ ചോക്ലേറ്റ് നമ്മള് ചെക്കന്മാരെടുത്തു ഫുഡ് ആയിട്ടുണ്ട് ഓൽക്ക് അങ്ങോട്ട് കൊണ്ടയച്ചു നാലുണ്ട് 3 4 എൻ്റെ കയ്യില് ഷംസു കാക്ക ചോക്ലേറ്റ് കിട്ടിയാ കുഞ്ഞാ ചോക്ലേറ്റ് ഇതാ ഇതിപ്പോ വരും കേട്ടോ അയ്യോ ഇപ്പൊ തന്നെ നിങ്ങളുണ്ടാക്കിയ മാലിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങിനി ഇപ്പൊ തന്നെ നമ്മള് എന്താ ചോക്ലേറ്റ് കഴിക്കി ഫുഡ് കഴിക്കി ഇതാ ജ്യൂസും ഉണ്ട് കേട്ടോ നിങ്ങളെ ബാക്കിലുള്ള ജ്യൂസാണ് കേട്ടോ അടുത്താണ് എല്ലാവരും അതിക്കുള്ള സ്പൂൺ തരട്ടാ ഫലൂദ പോലത്തെ ഉണ്ട് ഇതാ ഒന്നുകൂടി സ്പൂണിന്റെ അടുത്തുണ്ട് ബാസിലേ ആ ഫലൂദന്റെ കൊടുക്കുക എല്ലാവർക്കും ചെക്കന്മാർക്ക് ഇതോ ഇത് കുടിച്ചില്ല ശരി കുഞ്ഞാ എടാ സ്പൂൺ കേട്ടോ എടാ അങ്ങനെ ഇട്ടേ അതെ സ്പൂൺ വെച്ചിട്ട് കഴിക്കണ്ടാവും അല്ലേ കിട്ടൂലേ എടാ എല്ലാവർക്കും ആയോ ഓക്കെ ബൈസ് നിയാലിൻ്റെ ഒരു ഷൂ മാത്രം കാണാനല്ല ഒരു ഷൂവിൽ എല്ലാവരും എടുത്ത് വെച്ചിരിക്കണം ഒരു ഷൂ മാത്രം നിയാലിന് കൊടുത്ത് കൊടുത്തിട്ടുണ്ടാ ആ മറ്റേ പോലെ എടുത്ത് വെച്ചിരിക്കണേ എന്നിട്ട് നിയാലോടെ പട്ടി കടിച്ചാൽ പട്ടിയൊക്കെ ഇഷ്ടമുള്ള ഷൂ ആണ് ആ അവിടെ അത്രയും ആള് കൂടിക്കുമ്പോളേ പട്ടി കടിച്ചല്ലേ ആ ചോക്ലേറ്റ് ഉണ്ടായില്ലേ ഇതിലുണ്ട് ഇപ്പോൾ എനിക്ക് പോകില്ല എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാപ്പാ ഹലോ ആമാമാ അല്ല ഇമ്മമാരെ വിളിച്ച് വലസില ഇമ്മമാരെ വിളിച്ച് വേറെ പരിപാടി ഉണ്ട് ഉണ്ട് ഓർമ്മ ഉണ്ട് ഞാൻ വരണ്ടേ ഇല്ല ഞാൻ കൊണ്ടോട്ടി കൂടെ അങ്ങനെ പോവല്ല ഇനി വരുമ്പോ അതിലെ വരണ്ടേ വ്ളോഗ് ഫുള്ള് കാണലുണ്ട് ഓക്കെ മാമാ ഓക്കെ ഓക്കെ എല്ലാ ചീറ്റും കിട്ടിട്ടാ അമ്മമാരുടെ അടുത്തുനിന്ന് അപ്പൊ സുഹൃത്തുക്കളെ ഏകദേശം തുറവി അതിന്റെ പരിസമാപ്തിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോഴും ഇതാ ആവാതെ കിടക്കുന്ന ചിക്കൻ ഫ്രഞ്ച് ഒരു കുറച്ചുകൂടെ ചിക്കൻ ഫ്രൈ ആക്കാണ്ട്. ഇത് എന്റെ സ്പെഷ്യൽ ലോഡർ ഫ്രൈസ് ആണ്, അതുകൊണ്ട് ലുക്ക് ഒന്നും ഉണ്ടാവില്ല, വേഗം തട്ടിക്കൂട്ടായി. ലോഡർ ഫ്രൈസ് കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും അത് കഴിക്കാം. എന്ത് കിട്ടിയാലും അപ്പൊ സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞ് നേരെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവാണ് എല്ലാവരും. അപ്പോൾ ഞാൻ അച്ചു നമ്മളെല്ലാവരും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകണേ, അതായത് ഫുൾ ടീം എല്ലാവരും കൂടി ഇക്കു എല്ലാവരും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കിൽ. അപ്പോൾ അതും അതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ കൂടെ
ഹലോ ഗൈസ്, അപ്പം നമ്മൾ നോമ്പറവി പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളത് ഡ്രസ് പർച്ചേസിംഗ് ആണ്. നമ്മളെ കൂടെ ഇന്ന് വസ്ത്രാരോഹണം നടത്താനായി നമ്മളെ കൂടെ വന്നിട്ടുള്ളത് വസ്ത്രാക്ഷേപം നടത്താനായിട്ട്, അതായത് വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മളെ കൂടെ വന്നിട്ടുള്ളത് ബാസിൽ അവർകൾ, റിനാൻ അവർകൾ, അതുപോലെ അഫീഫ് അവർകൾ, നബീൽ അവർകൾ എന്നിവരാണ്. എക്സാമിന് ഹാൾ ടിക്കറ്റ് ഇല്ലാതെ ആകെ പിടുത്തം വിട്ട് സ്കൂളിൽ മൊത്തം കെഞ്ചിപ്പാടി ഹാൾ ടിക്കറ്റ് പോയി. നല്ല ആളാ. എന്റെ എല്ലാ കൊല്ലം പോയലുണ്ട്. അല്ല ഇനിയിപ്പോ ഈ നാളെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ എങ്ങനെ ചെയ്തു അഫിയെ? HM 10 രൂപ എടുത്താ മതിയോ? നബീലെന്നെ ഒന്ന് തിരിഞ്ഞിട്ടോ. AK-47 പുതിയ ഷോപ്പ് ഇതല്ലേ? നമ്മളപ്പുറത്തെ പോണേ ഇതുപോലെ പുതിയ ഷോപ്പ്. നമ്മള് പോണത് ഡച്ചിലേക്ക്. അപ്പൊ ഇവിടെ നമ്മള് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. മുമ്പ് നമ്മള് ഡ്രസ് വാങ്ങാനും പർച്ചേസ് ചെയ്യാനൊക്കെ വന്നിട്ടുള്ള ഒരു ഷോപ്പാണ്. നിലമ്പൂരിലെ ഡച്ച് പറഞ്ഞ ഷോപ്പിലാണ് നമ്മളെത്തിയിട്ടുള്ളത്. നിലമ്പൂരിൽ അത്യാവശ്യം സൂപ്പർ കളക്ഷനും ഇമ്പോർട്ടഡ് കളക്ഷനൊക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഡച്ച് ഷോപ്പിലാണ് നമ്മളെത്തിയിട്ടുള്ളത്. എന്ത് മൂഡ് ബാക്ക് മാക്സിമം ഓനല്ലത് എവിടെ? ഹായ്, എന്താ വർത്താനോ? ഇവിടെ ഉണ്ടായിനോ? മുപ്പത് സെക്കൻഡ് സ്റ്റോപ്പ് വാച്ച് തരും കേട്ടോ. ആ കൊടുക്കും. അടിപൊളിയാവട്ടെ. ആയിക്കോട്ടെ, താങ്ക് യു. അയ്യോ ജിംഷ, നമ്മൾ ഡച്ചിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി വന്നിട്ടുള്ള ഷോപ്പാണ്. സോ എവിടെയാണ് ബൽക്കലൊക്കെ പറ്റിയേ? മേലെ ഷർട്ടും പാൻറ്റും. ഇത് ഹാഫ് കെ അല്ലേ? റിനാനും ടൈപ്പ് അതന്നെയാണത്. ഇതൊക്കെ രസമുണ്ട് കേട്ടോ. ഇത് വൃത്തിണ്ടല്ലോ ആണല്ലേ? അടുത്തൊക്കെ നല്ല വൃത്തിയുണ്ട്. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇട്ടാ ഇട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇതെല്ലാം രസമുണ്ട്. നമുക്ക് പോകുമ്പോടാ ഹാപ്പിയായി. പക്ഷെ ഇത് ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടാ? എന്റെ വർത്തന്നെ രസല്ലേ? നെല്ലിന്റെ ഉണ്ടടാ, അടിപൊളി സാധനങ്ങളുണ്ട്. അഫിയ ഇട്ടോ കഫിയ? ഇക്കപ്പൊ മേലെ ഇല്ലേനോ? ആണോ? ആദ്യം അങ്ങനെ തന്നെ. ഇനി ആദ്യം കൗണ്ടർ പൊടി. ഇത് രസമുണ്ട്. എബിലെ ഇത് നോക്ക്, ഇതല്ല ഇതും രസമുണ്ട്. അഫിയ ഇതൊക്കെ രസമുണ്ടല്ലോ. അത് ശരി.
അഫിയെ ഇതൊക്കെ അടിപൊളി ഷർട്ടാണോ അത് ഞാൻ സ്വഭാവത്തിനനുസരിച്ച് ഒരു ഷർട്ട് കിട്ടി എന്തായാലും ചിന്തറിന്റെ കൈ തടിയിലാണ്ട് എപ്പോഴും ജിമ്മിന് ഫിറ്റ് അഫിയെ അഫിയെ ഇത് നോക്കാം അഫിയെ നല്ല ഷർട്ടുകളാ ഇട്ടാ ഇട്ടാ ബ്യൂട്ടിഫുൾ ആവുണ്ടാവില്ലേ ആ അഫിയെ ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നോട്ടെ കഴിഞ്ഞാ അത്ര ഇടല്ലേ കുറച്ച് അയക്ക് കുറച്ചുകൂടി അയക്ക് നോട്ടെ അങ്ങനെ ഇട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓഡിയൻസ് പറയട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇതൊക്കെ രസമുണ്ടാക്കിയ ഇതിട്ടോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നബിലെണ്ണ എടുത്താ നബിലണ്ട് ഊരൊന്ന് കുത്തി ടമ്മനിട്ട് അത് പടച്ചോൻ പിടിച്ചാണേ ഊര കുത്തി പറഞ്ഞപ്പോ അത് തിരുത്തിയാണ് അല്ല കയ്യോ കുത്തി ടോപ്പായി പറഞ്ഞത് അതില് തലമണ്ണം കൂടെ ഹാൻഡിലാണ് അങ്ങോട്ടേക്ക് ബാക്കിൽ എഴുതിയോ അങ്ങോട്ടെ ട്രസ്റ്റ് യുവർ ക്രേസി ഐഡിയാസ് എന്റെ പറ്റിയ ഷർട്ട് തൊരപ്പൻ ഐഡിയകൾ വിശ്വാസം നിങ്ങളുടെ തൊരപ്പൻ ഐഡിയകൾ നിങ്ങൾ വിശ്വസിക്കുക നബിൽ ഇത് രസം കേട്ടോ എനിക്ക് ഇതെടുത്താ ഫേ അത് ഞാൻ പോയി തരാം ഇട് എന്തുമലക്ക് ഞങ്ങൾ തൂക്കണേ അവിടെ നോക്കല്ലേ സുഹൃത്തുക്കളെ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതറിഞ്ഞോ അവിടെ ഒന്നും ആരും കാണാൻ ബാക്കിയൊന്നുമില്ല അഫിയ എന്ത് രസമുണ്ട് അഫിയ നല്ല രസമുണ്ട് കേട്ടോ ഇട്ടാ ഫുള്ള് ഇട്ടാ അല്ലേ ഓഞ്ഞ് വലിപ്പം കൂടാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വേണ്ടി വരും ഓഞ്ഞ് നിങ്ങളെ വെക്കും ഓ ഫസ്റ്റ് എത്തിയിട്ടുള്ളൂ ചിത്ത പറയണേ പിന്നെ ആരാ നീളം നബീലൊക്കെ ഉണ്ടല്ലോ ഒരു ശാന്തനായി ഇങ്ങനെ പള്ളിക്ക് പോണം പള്ളിക്ക് പോകാൻ പറ്റിയൊരു ഡ്രസ് ഇപ്പോഴാ കണ്ടേ പക്ഷെ ബാക്ക് കാണാനും പാടില്ല പള്ളിക്കാര് ഞാട്ട് പോയതോ പറഞ്ഞോ ഞാന് ഇജിട്ട് വന്നിട്ടുണ്ട് മുസിയാലന്റെ പള്ളിക്കോ ജമാൽ മുസിയാല ആറല്ലേ 8 മണിക്കറ്റേ ഉറങ്ങണതേ രാവിലെ 12 മണിക്ക് റീച്ച് ചെയ്ത് എങ്ങനെ ഉറങ്ങാ ഇന്നലെ ഈച്ചും ഇന്നലെ 2 തോക്കിറങ്ങിയല്ലേ ഡബിൾ കണ്ടല്ലേ എന്താ ചെയ്യാ ഇത് രസമുണ്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി ഉണ്ട് നോട്ട് അങ്ങോട്ട് തിരിഞ്ഞാ രസമല്ലേ ഫ്രെയിമിൽ എങ്ങനെ ഉണ്ട് ഈ പാന്റ് കൊണ്ടാവും ഇതും കൂടി എന്നിട്ട് ചോദിക്കാം വേഗം ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള ഷർട്ടുകളാ ഫിയെ ക്വാളിറ്റി ഉണ്ട് ഇതൊന്നിട്ട് ചോദിക്കാം വേറെ നോക്കാം കണ്ടമാനുണ്ടേ വേറെ ഷർട്ടുകളുണ്ട് ഇതൊക്കെ വാങ്ങും ഞാന് എന്നിട്ട് ഒരു ചെറിയ സ്ഥലത്തേക്ക് കൊടുക്കൽ പോകുമ്പോൾ ഒരു ഷർട്ട് ഉണ്ടാവില്ല എന്നാ ചെറിയ സ്ഥലത്തേക്ക് പോകാനുള്ളത് കേട്ടോ അഫി 2 ടൈപ്പ് ഡ്രസ്സ് എടുക്കുക ഒന്ന് ചെറിയ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ മീൻ വാങ്ങാൻ അതിനൊക്കെ ഒരു ഔട്ട്ഫിറ്റ് അത് കഴിഞ്ഞിട്ട് വലിയ വലിയ പരിപാടികൾക്ക് പോകുമ്പോൾ വേറെ ഔട്ട്ഫിറ്റ് ഇതും ഇതിക്ക് ബ്ലാക്കോ അല്ലെങ്കിൽ ഇതിക്ക് വൈറ്റ് ഒക്കെ ചെയ്താൽ നല്ല രസം ഉണ്ടാവും ആ ഇതിക്ക് ഒരു വൈറ്റ് പാൻറ് ചെയ്ത് നോക്ക് ഇത് വലുതാണ് ഇതെനിക്ക് വലുതാണ് നോക്കട്ടെ അങ്ങോട്ട് തിരിഞ്ഞാ ഇതെത്ര സൈസ് എസ് മതില്ലേ രസമുണ്ട് ഇതിന്റെ എസ് ഈ ബ്ലൂന്റെ പ്രാവശ്യം ഫുള്ള് ഹാഫ് കൈമലാണ്ടോ അവൾ പറഞ്ഞു ഇനി ഹാഫ് കൈ ഇട്ടാ മതി
ഫുൾ കേക്ക് നോക്കാം. രസല്ലേ അളവ്? അല്ല വലിപ്പം കുറച്ച് ഇപ്പൊ തരും. ഇതിട്ടൊക്കെ അത് വലുതല്ലേ? എനിക്ക് ഏതാ സൈസ്? എസ്സാ? എന്തെടുക്കല ഇടാന്? ടീഷർട്ടും പാന്റും. എന്നാ അങ്ങനത്തെ നോക്ക്. പെരുന്നാക്ക് നമ്മള് ഷർട്ട് എടുക്കണോ? അതൊന്നും ഇട്ടോക്കെ അതിട്ടോക്ക്. അവിടെ കുളത്തിന് വീല്ല തന്നെ. സോണിയാവേ. ആ നബിൽ ഏതാ സ്റ്റൈല്? ആ മാൽബോറോ സിഗരറ്റിന്റെ കമ്പനി ഇട്ടാണ്ട് പള്ളിന്റെ ഫസ്റ്റ് സോഫിൽ കയറിക്ക്. ആ നോക്കട്ടെ. മാൽബോറോ നബിൽ എന്നിട്ട് പള്ളിക്ക് പോവാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വേറെ എവിടെക്കെങ്കിലും പോണേ പോയിക്കോ. പള്ളി പോണില്ല എന്താടാ പള്ളി പോണില്ല. അപ്പൊ എന്നിട്ട് എന്റെ സൈസ് ഉള്ള നോക്കട്ടെ നീ. ആ ഫുള്ള് എനിക്ക് വലുതാ കിട്ടണേ. ഇജ്ജ് എന്റെ സൈസ് തന്നെ പോയി എടുത്തോ. നമ്മളെ സെലക്ഷൻ ഇപ്പൊ ആളില്ല. അപ്പൊ അഫി എടുത്ത ഡ്രസ്സുകൾ കേട്ടോ. 1 2 3 ഒരു കറുപ്പ് ട്രൗസർ. വാവ്, പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു. 4 അഫി പീടിയില് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ക്ലോത്ത് ഉണ്ടോ അതൊക്കെ അഫി നോക്കിയിട്ടുണ്ടോ. പിന്നെ ഒരു ട്രാക്ക്, പിന്നെ ഈ ഷർട്ട്. ഇത് ഞാൻ സെലക്ട് ചെയ്ത ഷർട്ട് ആട്ടാ. ഇവിടെ ഒരു 357, ഇവിടെ ഒരു 357. നല്ല രസമുണ്ട് ഷർട്ട്. പിന്നെ ഒരു കിഡിലൻ പാൻറ്. പിന്നെ ഒരു ട്രാക്ക്. ഇതാണ് അഫിന്റെ കളക്ഷൻസ് കേട്ടോ. നബീലിനെ കാണിച്ചില്ലേ? നേരത്തെ കാണിക്കാനുള്ളത്. മടക്കണ്ട മടക്കണ്ട മടക്കണ്ട. ഞാൻ അങ്ങനെ ഇട്ടാ മതി. എന്താണ് എന്തായാലും കഴിഞ്ഞ് പോകുമ്പോൾ കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ മുകളിലെ ഫ്ലോറിലെത്തി. നബീലിക്കു സ്പെഷ്യൽ എൻട്രി ആണല്ലോ. ചിക്കൻ പൊട്ടിത്തെറിപ്പിക്കണ്ടേ? ഈ വ്ളോഗ് എങ്ങനെയാ വെച്ചാലേ, ഇത് നമ്മള് ചിക്കൻ പൊട്ടിത്തെറിപ്പിച്ചതിന് ശേഷമുള്ള വ്ളോഗാ. എന്ത് അങ്ങനെയാണോ? പൊട്ടിത്തെറിച്ചല്ലോ. അപ്പോ ഈ ഫ്ലോറിൽ വരുന്ന എന്തൊക്കെയാ വെച്ചാല്, ട്രാക്ക് ഒരുപാട് നല്ല ട്രാക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടീഷർട്സ് വരുന്നുണ്ട്. അപ്പൊ ബ്ലോഗിൽ കണ്ടു സങ്കടം. എന്റെ പിടിച്ചു നിക്കലും എന്റെ പിടിച്ചമർത്തലുകളൊക്കെ ലോകം അറിയണം. അതാണ് ഇന്ത്യൻ ലക്ഷ്യം. ആന്നേ അല്ലേ? എന്തിനാണ് ഇത്രയും കൊറേ ആൾക്കാർ അറിഞ്ഞു. 70% സ്വഭാവം ആൾക്കാർ അറിഞ്ഞു. എന്നിട്ട് കട്ട് ചെയ്തോണ്ടാ. അപ്പൊ ട്രാക്ക് ഉണ്ട്. പിന്നെ നമുക്ക് എക്സിക്യൂട്ടീവ് ആയിട്ട് ഇടാൻ പറ്റുന്ന സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ സെക്ഷൻ കേട്ടോ. അതിന് ഞാനൊരു 3 പാൻറ് എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 സെറ്റ് പാൻറ് കിട്ടിയിട്ടായിരുന്നു. സ്റ്റാൻഡേർഡ് പരിപാടികൾക്ക് അങ്ങനത്തെ പാൻറ് എടുത്തോണ്ടി വാസിലേ. എടാ കിഡ്സ് ആദ്യം ഇവിടെ ഇല്ലേനല്ലോ. ഈ ഏരിയ ഫുള്ള് കിഡ്സാ. അപ്പൊ കിഡ്സിനെ ഡ്രസ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനും വരട്ടാ. ഇമ്പോർട്ടഡിലൊക്കെ കുട്ടികൾക്കും ഇമ്പോർട്ടഡ് ലുക്കിൽ കുട്ടികളെ കാണണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഇറങ്ങണ പോലത്തെ ഇറങ്ങിയിടാ. ഡ്രസ് നോക്ക് നോക്കാം. പെരുന്നാൾക്ക് പെണ്ണുങ്ങളൊക്കെ എല്ലാം 2-3 കൂട്ടെടുത്തു. പോയാൻ പോയി എടുത്തോ. എവിടെയാണ് അച്ഛൻ്റെ പറയണേ?
ഇന്നലെ എവിടുന്നോ വന്നൊരു തത്തമ്മനെ കാണാതെ ഓൾ കേരള തത്തമ്മ ഓണ ഗ്രൂപ്പിൽ എന്റെ പോലത്തെ തത്തമ്മനെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ ഇനി ഞാനോ അയ്യോ എനിക്കറിയില്ല. അതിന്റെ ഫോട്ടോ ലിങ്ക് ആക്കിയാലോ? അതാ പറഞ്ഞതേ നബീല് ചെയ്യിപ്പിക്കുന്നു. അത് ലിങ്ക് ഓഫ് ദി ലിങ്ക് ആവും. നബീല് ചെയ്യിപ്പിക്കുന്നുണ്ട് കോഴ്സ്. അപ്പം ജീനില് കുറെ സാധനങ്ങളുണ്ട് കേട്ടാ. ജീനില് ഇപ്രാവശ്യത്തെ ട്രെൻഡ് എനിക്ക് തോന്നുന്നു പാരച്യൂട്ട് ഫിറ്റ് ആണോ ഇപ്രാവശ്യം ട്രെൻഡ് എന്നെനിക്ക് സംശയമില്ലാതില്ല. ഒരുപാട് പാരച്യൂട്ട് ഫിറ്റുകൾ ഞാൻ കാണുന്നു ഈ സൈഡിൽ. പാരച്യൂട്ട് ഫിറ്റ് പറഞ്ഞതല്ലേ ഇത് സൂപ്പർ ബാഗിൽ നിന്നൊക്കെ ഇവിടെ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു എടാ പാരച്യൂട്ട് ഫിറ്റ് അറിയില്ല. ബാരൽ ഫിറ്റോ ഇപ്പൊ നിങ്ങൾ കേട്ട തെറ്റി അവിടെ പാരച്യൂട്ട് ഫിറ്റ് എന്നാ ഞാൻ കേട്ടത്. ഇതിന്റെ പൗതി കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ജീൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിലമ്പൂർ ഭാഗത്ത് പെരുന്നാൾക്ക് ഡ്രസ്സ് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോന്നോളി. അച്ചൊരു ബാഗി ഫിറ്റ് ആണ് ഇട്ടാ. അത് അച്ചു ഒരു പ്രാവശ്യം ഇട്ടീനി. ഷർട്ടും പാൻറ്റും വേഗം നോക്ക് ടൈമില്ല. വേഗം നോക്കച്ചോ. കൊളാബ് കിട്ടാത്ത കുറച്ച് യുവാക്കളുണ്ട്. ഈ ഫോട്ടോ ബ്രോ ഇതുണ്ടോ? ലിമിറ്റഡ് പീസ് ഓൺലിയാലോ. അതിന്റെ കമന്റിലുണ്ട് ലിമിറ്റായി കണ്ടോ നോട്ടെ. ലിമിറ്റഡ് ആയി തന്നെ നിന്നോട്ടെ ബ്രോ. അപ്പോൾ പെരുന്നാൾക്ക് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും പർച്ചേസ് ചെയ്ത് കുറവാകും. കൂടുതൽ എനിക്ക് ഇമ്പോർട്ടഡ് കളക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന അടിയിലാണ്. അതുപോലെ തന്നെ ജീന് കാര്യങ്ങളൊക്കെ വരുന്നത് മുകളിലാണ്. ഇഷ്ടപ്പെട്ട കുറേ ജീനുണ്ട്. ഇതൊക്കെ നമ്മളിടുന്ന ടൈപ്പ് തന്നെടാ ഫുള്ള്. ഈ കളർ കുറേ ഇതിൻ്റെ അടുത്ത് ഇല്ലാത്ത കളറാ. കഴിഞ്ഞോ ടൈം ചെയ്യാനായിട്ടോ? എന്താ റുബല വ്ളോഗിൽ കാട്ടരുത് പറഞ്ഞ ആൾക്കാരാട്ടോ രണ്ടാൾക്കാര്. അഫിയ എടുത്തു എടുത്ത സാധനങ്ങൾ വേഗം നിരത്തി. അഫിയെ കുടുങ്ങിയോ? ഒരു സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ ഉണ്ട്. അഫി നല്ല പാൻറ്റുകളോടെ എത്ര കളർ ഉണ്ട്. ആ പാൻറ്റുകൾ ആ സെഷൻ കേട്ടോ. ഈ സെഷൻ ഇതാ ബാരൽ ഫിറ്റോ നല്ല ഡ്രസ് ഉണ്ടല്ലോ. ആ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഫിറ്റൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത്ര ബാഗി ആക്കണം എന്നില്ല. അതിന്റെ സൈസ് കുറഞ്ഞ എടുത്തോ. നോക്കാഫിയെ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങൾ ഇപ്പോൾ കറൻ്റ് അവൈലബിൾ ആണ്. അപ്പോൾ പറ്റുന്നവർ വരിക, ചെക്കൗട്ട് ചെയ്യുക. ഡച്ച് മെൻസ് ഫാഷൻ അല്ലേ? COUTURE ഫാസ്റ്റിൽ കിട്ടിയടാ. എന്ത് ഡ്രസ്സും വണ്ടിയിൽ കൊണ്ടുവിട്ടോ. അതായത് ഇപ്പോൾ ലിനനിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ലിനനിൽ നോക്കാൻ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ കാർഗോസിൽ നോക്കണമെന്നുണ്ടെങ്കിൽ കാർഗോസിൽ നോക്കാൻ ഇവിടെ ഉണ്ട്. ബാക്കി ടീഷർട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതവിടെ ഉണ്ട്. ട്രാക്ക് കാര്യങ്ങളുണ്ട് അതവിടെ ഉണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ഫിറ്റ് ഷർട്ടാണെന്നുണ്ടെങ്കിൽ അതവിടെ ഉണ്ട്. അതല്ല ഇനിയിപ്പോൾ കുറച്ച് ടീഷർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ട്. പാൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ട്. പിന്നെ ബാസിലാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ട്. പിന്നെ എക്സിക്യൂട്ടീവ് ഫിറ്റിൽ വരുന്ന കുറേ ബാഗ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പാൻറ്റുകളാണെങ്കിൽ അവിടെയുണ്ട്. ജീൻസുകളുടെ കമനീയ ശേഖരം അങ്ങനെ തന്നെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഡ്രസ്സ് ഫുള്ള് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ഡ്രസ്സുകൾ ആരൊക്കെ എടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അഫീക്ക് ഇത് അവൻ്റെ ക്യാരക്ടറിനൊത്ത ഒരു ഡ്രസ്സ് കിട്ടിട്ടോ. കിഡിലൻ ഡ്രസ്സ് ഇട്ടോ. അവിടെ 3 മാർക്കോ മുന്നിൽ.
രസമുണ്ടോ ഇത്? അടിപൊളിയായി. ഇത് പറ്റും. ആ ഇത് പറ്റും. ഇതേ പറ്റൂ. ഇതേ പറ്റൂ. എന്താണ് പറ്റണത് എന്നുള്ളത് പിന്നീട് അറിയൂ. അതിപ്പോ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഒറിജിനൽ ടീം കേട്ടോ. പരീക്ഷ കഴിഞ്ഞാൽ ആൾ ടിക്കറ്റ് ചുരുട്ടി മടക്കി പിടിച്ചിട്ട് നേരെ പെരുന്നാൾ ഷോപ്പിങ്ങിന് എത്തിട്ടോ. ഹേ നിങ്ങൾ സ്കൂളാ? ഞാൻ മാനവന് പഠിച്ച. നിങ്ങളിപ്പോൾ എത്രല്ല പഠിക്കണേ? 8ലാ? 8 എല്ലാവരും 8. ഇന്നെന്തേലും പരീക്ഷ? ജിമ്മി ആൻഡ് ഡെല്ല were proud. ജിമ്മി പാഠപുസ്തകത്തിൽ എത്തിച്ചേർന്നിട്ടാ. It had once belonged to his father and long ago his father and chain on his watch അറിയാൻ പാടില്ല. എടതിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യനോടെ ചോദ്യ പേപ്പറിൽ ചിത്ര ഒതല്ലോയും മാക്ബത്തൊന്നും ഇനിയും കഴിഞ്ഞിട്ടില്ലേ? ഇല്ലടാ സിലബസ് ഞാൻ പഠിച്ചതാണത്. അതാ പറഞ്ഞേ സിലബസ് മാറി പഠിച്ചിക്കണ് മാക്ബത്ത്. സഞ്ജുവിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് ചെയ്താൽ വന്നു 5ാം ക്ലാസ് 6ാം ക്ലാസ് പരീക്ഷയില്ലേ? ആണോ? ഈ പരീക്ഷ ഇപ്പൊ കഴിഞ്ഞ റമദാൻ കരീം. എക്സാം ഷെയറാട്ടോ. ഹായ്. ഇവിടെ ചുട്ടനോടെ നെറ്റിക്കുന്ന പറ്റിയേ ഓനാണ്. ആ നെറ്റിക്കുന്ന പറ്റിയേ ഓൻ എന്തോ ഇവിടെ വീണു. വെച്ചിട്ട് എന്നെ ചോദിക്കണേ. ആൺകുട്ടിയാണ്. നിങ്ങളെ പോലെ തന്നെ ആണല്ലോ ഫുൾ മുടി. അതാ പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ എല്ലാ സാധനം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ എടുത്ത സാധനങ്ങൾ ഇപ്പോൾ ഞാൻ എടുത്ത് ഒരു ട്രൗസർ കറുപ്പ്, മാറ്റൊന്നുമില്ല. വീണ്ടും ഒരു കറുപ്പ് ട്രൗസർ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് പാൻറ് കിട്ടിട്ടോ. ആ അതിപ്പോ ഇടയ്ക്ക് ഇടലുണ്ട്. ഇത് രസമുണ്ട്. ഇതും പിന്നെ ഈ ഒരു പാൻറ് ഇട്ടാ ഇതിട്ടിട്ട് രസമുണ്ട്. ആ ഇതിട്ടിട്ട് രസമുണ്ട്. ഈ 4 സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. ഇതൊക്കെ കറുപ്പ് 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 ഫുൾ ബ്ലാക്ക്. ബാസിലെടുത്ത് ഇക്കുവിന്റെ കളക്ഷൻസ് ആട്ടോ. ഓ പെരും വെയിറ്റ്. ഒരു ഷർട്ട് വീണ്ടും ഒരു ഷർട്ടില്ല. അതൊരു കവർക്ക് നിങ്ങൾ അങ്ങനെ ഇട്ടാൽ മതി. മടക്കൊന്നും വേണ്ട. പിന്നെ ഇക്കുവിൻ്റെ ഒരു ബോക്സ് ഫിറ്റ് ഷർട്ട്. പിന്നെ വീണ്ടും ഒരു ട്രസ്റ്റ് യുവർ ക്രേസി ഐഡിയാസ് ഈ ഷർട്ട് ഇട്ടാ. പിന്നെ മെയിൻ പർച്ചേസ് നടത്തിയ ആൾക്കാരെ സാധനങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ബാസിലാണ് എൻ്റെ കേട്ടോ. ഈ ഒരു ഷർട്ട് 4 കവർ കിട്ടോ കുഞ്ഞാ. മടക്കണ്ട. ഈ ഒരു ഷർട്ട് പിന്നെ ഈ ഒരു ഷർട്ട്. ഇത് ഞാൻ നോക്കിയ ചേർട്ടേ. ഈ ഒരു ടീഷർട്ട്. ഇത് സ്ഥിരം സാധനം ഒന്നും എടുത്തു. എന്താണ് സ്ഥിരം എടുക്കണേന്നൊക്കെ ഞാന് ഫുൾ ബ്ലാക്ക്. പിന്നെ ഒരു ജീന്. ബോയ്സ് ചെറിയ ചെക്കന്മാരതോ അതുണ്ടേ. ഓൺലൈൻ എടുത്തേക്കണ് റിച്ചുവിനുള്ളത് അടുത്തിന്. പിന്നെ ട്രാക്ക് പാൻറ് കണ്ടോ. എടാ കവർ മാത്രം തന്നാ മതി. ഞങ്ങൾ തന്നെ ഇട്ടോണ്ട് അപ്പൊ ഇതാണ് ബെൽ എടുത്തോ. ഇനി ബാക്കി വ്യക്തികളത് ആഫി എടുത്തു. അപ്പൊ ഞാൻ എടുത്തോടെ. ഏതൊക്കെയാ? ഈ ഒരു ഷർട്ട്. കുഴപ്പല്ലേ? ഈ ഒരു ഷർട്ട്. നിന്നൊരു പാൻറ്. ആ അത് രസമുണ്ട്. അത് രസമുണ്ട്. ആ ഫിറ്റാണ്. അത് രസമുണ്ട്. പിന്നെ ഒരു ഇത്. പിന്നെ ഈ ഒരു പാൻറ്.
ഇതാ ഫിൻ്റെ അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേട്ടോ അവിടെ. ഇനി അഫിൻ്റെ മാത്രമാണ് കാണിക്കാനുള്ളത്. അഫി എത്തിയിട്ട് അതും കാണിച്ചു തരാം. അപ്പം ഇവിടെ വാ അഫി. അഫി എടുത്ത സാധനങ്ങൾ കാണിച്ചു തരാം. ഏതൊക്കെയാ അഫിയെ? ഇതല്ല, ഇത് അച്ചുവിൻ്റെ. ഇത് അച്ചു എടുത്തിട്ടാ. അതുപോലെ തന്നെ ഇത് റിച്ചുവിന് വാങ്ങിയതാ കേട്ടോ. ഈ 2 എണ്ണം ഒരു സ്കൂളിലുണ്ട്, നമുക്ക് ഇറക്കാൻ പറ്റില്ല കേട്ടോ കുട്ടികളെ. അപ്പം റിച്ചുവിനൊരു ഇമ്പോർട്ടൻറ്റ് കുട്ടികൾക്കുള്ള പെരുന്നാൾ ചെതറും റിച്ചുവിൻ്റെ. അപ്പോൾ കുട്ടികൾക്കുള്ളതുകൊണ്ട് കേട്ടോ കിടലൻ കളക്ഷന്. അപ്പം ഇത് ക്യാഷ്യർ കൗണ്ടറാണ്, ഡ്രസ്സിങ് സ്റ്റേഷനല്ല. എല്ലാവരും പൈസ കൊടുത്ത് ഷർട്ടൊക്കെ ഇടാന്നുണ്ട്. ഇതിൻ്റെ ഷർട്ട്. അപ്പം അച്യുതൻ നമ്പൂതിരി വന്നിട്ടുണ്ടാ. അച്ചുവറുകൾ നോക്കുന്നുണ്ട്. വേഗം നോക്കിയടാ. നബിലിന് കിട്ടിയില്ലേ? നബിലിന് ഹാപ്പി കേട്ടോ കമ്പാരിറ്റീവ്ലി. ഇത് രസമുണ്ടോ? എടുത്തോ, അത് 3 എടുത്തോ. അപ്പം എന്തായാലും അപ്പം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ പെരുന്നാൾ പർച്ചേസ് എല്ലാവരും നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഡ്രസ്സ് എല്ലാവർക്കും ആയി എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിരിക്കുന്നു. റിനാനുള്ള ഡ്രസ്സായി, നബീലിനുള്ള ഡ്രസ്സായി, അഫിക്കുള്ള ഡ്രസ്സായി, ബാസിലിനുള്ളതായി, അച്ചുവിനുള്ളതായി, ഷാനുനുള്ളതായി, റിച്ചുവിനുള്ളതായി. സോ ഇത്രയും ഡ്രസ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാ. ഡച്ച് നിലമ്പൂർ തന്നെ ഷോപ്പായിട്ടുള്ള ഡച്ചാണ്. അപ്പോൾ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിലമ്പൂരുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെരുന്നാളിന് മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്യാൻ ഇറങ്ങുക. റോഡ് നല്ല തിരക്കാണ്. എടുക്കാൻ കഴിയില്ല. സോറി മുത്തേ. അപ്പോൾ എന്തായാലും ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം.